1993 ചമയം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നടനാണ് സുരേഷ് കൃഷ്ണ. വിനയന്റെ സംവിധാനത്തിലെത്തിയ കരിമാടിക്കുട്ടനിൽ വില്ലൻ കഥാപാത്രമായി എത്തിയതും സുരേഷ് ആയിരുന്നു. ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. തുടർന്ന് നിരവധി സിനിമകളിൽ സുരേഷ് വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്നു. ഒപ്പം ചില സിനിമകളിൽ സ്വഭാവ നടനായും അഭിനയിച്ചു. നിലവിൽ സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ നിന്ന് മാറി കോമഡി കഥാപാത്രങ്ങളാണ് സുരേഷ് ചെയ്യുന്നത്. ഒപ്പം മുമ്പ് ചെയ്ത സിനിമകളുടെ സ്വഭാവം കാരണം കൺവിൻസിംഗ് സ്റ്റാർ എന്ന ടാഗും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തനിക്ക് കൺവിൻസിംഗ് സ്റ്റാർ എന്ന ടാഗ് ലഭിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് കൃഷ്ണ. മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റാഗ്രാം അധികം ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല ഞാൻ. സമീപകാലത്ത് പഠിച്ചതാണ്. മുമ്പ് ആരെങ്കിലുമൊക്കെ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്യാൻ പറയുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാം കയറുന്നത് തന്നെ. മരണമാസിന്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ഇൻസ്റ്റയിൽ ചേട്ടൻ നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പേടിച്ചു. പിന്നെയല്ലേ കാര്യം മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഉൾപ്പെടെയുള്ള സിനിമയിലെ വേഷങ്ങൾ വെച്ചായിരുന്നു വീഡിയോ. എന്റെ കഥാപാത്രം ആളുകളെ വഞ്ചിക്കുന്നതിന്റെ വീഡിയോ ആയിരുന്നു. പക്ഷെ പിന്നീട് വീഡിയോയുടെ വലുപ്പം കൂടി 10ഉം 25ഉം പടങ്ങൾ വരെയായി. ഇത്രയും സിനിമകളിൽ ഞാൻ വില്ലനായിട്ടുണ്ടോ എന്നും ആ കഥാപാത്രങ്ങളൊക്കെ ആളുകളെ വഞ്ചിച്ചിട്ടുണ്ടെന്നും അപ്പോഴാണ് മനസ്സിലായത്. ആ കാലത്ത് ഓരോ സിനിമ കഴിയുമ്പോഴും അടുത്ത സിനിമയിലേക്ക് കയറുകയായിരുന്നു. കഥാപാത്രങ്ങളെ അങ്ങനെ താരതമ്യം ചെയ്യാറില്ല. കൺവിൻസിംഗ് സ്റ്റാർ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആരാണെന്നറിയില്ല. ഒരാൾ മാത്രമല്ലല്ലോ, പല ഭാഗത്തു നിന്നുള്ളവർ സിനിമകൾ കണ്ടുപിടിച്ച് ക്ലിപ്പാക്കി പോസ്റ്റ് ചെയ്യുകയല്ലേ. തമിഴിൽ പൈട്ടു അമ്മാവൻ എന്ന സിനിമ ചെയ്തിരുന്നു. അതിൽ ഗുരുവിന്റെ കയ്യിൽ നിന്നും മന്ത്രം പഠിച്ചതിനു ശേഷം ഗുരുവിനെ വഞ്ചിച്ചു കൊല്ലുന്ന കഥാപാത്രമായിരുന്നു എന്റേത്. ആ സിനിമ വരെ കണ്ടുപിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടവരുണ്ട്. സമാനമായ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. മകൾ ഇപ്പോൾ ഇൻസ്റ്റാം വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാ സിനിമകളിലും അച്ഛൻ വില്ലനും ചതിയനുമാണല്ലോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അവർ കണ്ട സിനിമകളിൽ ഞാൻ തമാശ കഥാപാത്രമാണല്ലോ. അതിനു മുമ്പുള്ള എന്റെ സിനിമകൾ അവർ കണ്ടിരുന്നില്ല. ഈ ട്രോളുകളെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഇതിനു പിന്നിൽ ആരായാലും അവരോടെല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ, സുരേഷ് കൃഷ്ണ പറഞ്ഞു.